അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. നിവിൻ പോളിക്കെതിരെ ഒരു പരാതി നൽകി, പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഭയങ്കരം തന്നെ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. നീ തീർന്നടാ, നീ തീർന്നു. നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ ശരിക്കും? നിനക്ക് എവിടെ അറിയാമോ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ, എന്താ കാര്യം? അതെ, എന്നെ അറിയാം. കാരണം ഇന്നലെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ട് നിങ്ങളെ അറിയില്ല, നിങ്ങളുമായി ഒരു വാട്സപ്പ് ചാറ്റും ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ഓക്കെ, 3 ദിവസമാണ് താങ്കളെ പീഡിപ്പിച്ചത് അല്ലെ? അടച്ചിട്ട് പീഡിപ്പിച്ചു. ഈ 3 ദിവസവും നിവിൻ പോളി എവിടെ ഉണ്ടായിരുന്നോ? തുറന്നു പറയൂ, ഇതോടെ പ്രശ്നങ്ങൾ തീരുകയാണ്. അതെ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. സന്തോഷായി, നല്ല സന്തോഷായി. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. 15 പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഭഗവതിക്ക് എന്താണോ പറയാനുള്ളത്? യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. ഞാൻ